അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ളൊരു വീഡിയോ ആണ്. നിങ്ങളത് ഫുള്ളായിട്ട് കണ്ടാലേ നിങ്ങൾക്കായിട്ടൊരു ഒരു ഒരു ഇത് കിട്ടത്തുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് നമ്മുടെ കിളിമാനൂർ മൂന്നാം കല്ല് എന്ന് പറഞ്ഞ സ്ഥലത്ത് മൂന്നാം കല്ല് ബ്രദേഴ്സ് നടത്തുന്ന ഒരു വേടൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 10,000 അല്ലെന്നോ 20,000 കണക്കിന് ആൾക്കാർ വന്നായിരുന്നു. റോഡ് മൊത്തം കംപ്ലീറ്റ് കിളിമാനൂർ തൊട്ടേ ബ്ലോക്കായിരുന്നു. ഫുള്ള് ബ്ലോക്കായിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് അങ്ങ് എത്തി. അവിടെ ചെന്ന് 8 മണിക്ക് പരിപാടി ഇടണമെന്ന് പറഞ്ഞ് 7:00 നമ്മളിവിടെ എത്തി. ഇന്ന് രാവിലെ തൊട്ടേ വന്നിരിക്കുന്ന ആൾക്കാരുണ്ട്. 7:30, 8:30, 9:00, 10:00 മണിയായപ്പോൾ വിളിച്ച് പറയുന്നത് പരിപാടി ക്യാൻസൽ ചെയ്ത് വേടന് അവിടെ വരാൻ പറ്റത്തില്ല, ഭയങ്കര ബ്ലോക്ക്. നമുക്കെല്ലാവർക്കും അവിടെ വരാൻ പറ്റി, വേടന് വരാൻ പറ്റില്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല. രാവിലെ പുള്ളി വന്നെന്നൊക്കെ പറയുന്നു, അതൊന്നും ഡീറ്റെയിൽ ഒന്നും അറിയാൻ വയ്യ. എന്തായാലും കൊള്ളാം. നിങ്ങൾ ആ ഫുൾ വീഡിയോ പോയി ഒന്ന് കണ്ടിട്ടോ, അവിടുത്തെ വീഡിയോസ്. ബാക്കി ഞാൻ പിന്നെ പറയാം. നമ്മുടെ ഈ കോളേജിന്റെ ഭാഗത്ത് എല്ലാവരും പിന്നോട്ട് മാറുക. ചെരുപ്പ് പൊട്ടി. പോലീസിന്റെ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണമെന്നറിയിക്കുന്നു. പ്രിയമുള്ളവരെ, ഏകദേശം വിനയപുരസ്സരം അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, വളരെ നാളത്തെ ശ്രമഫലമായി വളരെ നാളത്തെ കഠിനാധ്വാനത്തിലൂടെ ഇന്ന് ഇതുവരെ എത്തിയിരിക്കുന്ന ഈ ഒരു പ്രോഗ്രാം വിജയിപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. വിജയിപ്പിക്കുക എന്നുള്ളത് ഈ വേദിക്ക് മുന്നിൽ വന്നെത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. പ്രിയമുള്ളവരെ, കമ്മിറ്റി അംഗങ്ങളുടെ ഓരോരുത്തരുടെയും നിർദ്ദേശങ്ങൾ നിങ്ങൾ പാലിക്കുക. പരമാവധി തിക്കിലും തിരക്കിലും ഒരുപാട് സ്പെഷ്യൽ ഗസ്റ്റ് ഇവിടെ വരാനുണ്ട്. നമ്മളിപ്പോ വെയിറ്റ് ചെയ്യുന്ന നമ്മുടെ ഉടനെ ഇവിടെ എത്തുന്നതാണ്. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്ന നമ്മുടെ സ്വന്തം വയലിൽ നല്ല കൂട്ടാൻ താല്പര്യമുള്ളവർക്ക് നേരെ വരാം കേട്ടോ. വേടനെ കാണാം, വയലും കാണാം, വയലിൽ കൂട്ടുകയും ചെയ്യാം. ഫുള്ള് വെള്ളം, വയൽ ചെളി, മുട്ടോളം വെള്ളമുണ്ട്, മുട്ടോളം ചെളിയുണ്ട്. വേടവരയ്ക്ക് വന്നിട്ടില്ല, നല്ല ആളുമുണ്ട് കേട്ടോ. എന്തായാലും വെയിറ്റിംഗ് ആണ്. കൂടുതൽ ആൾക്കാർ ഈ ഭാഗത്ത് നിന്ന് ഒഴിഞ്ഞു വരണം അറിയിക്കുന്നു. സിഗ്നൽ കേബിളെല്ലാം ഇതുവഴിയാണ് പാസ് ചെയ്ത് പോകുന്നത്. പക്ഷെ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാവരും സാഹചര്യം മനസ്സിലാക്കുക. നിങ്ങൾ ഓരോരുത്തർ ശ്രദ്ധിക്കേണ്ടത്, പോലീസിന്റെ ക്യാമറ ഇവിടെ നിരീക്ഷണത്തിലാണ്. നിങ്ങൾ ആദ്യം എന്ത് ചെയ്താലും കൃത്യമായിട്ട് പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. അതിന്റെ വീഡിയോ എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും മനസ്സമാനത്തോടുകൂടി ശാന്തിയോടുകൂടി ഇവിടെ നിന്ന് പയ്യെ പിന്തിരിയേണ്ടതാണ്. ഒരു പ്രശ്നത്തിന് ബാരിക്കേഡുകൾ അവരുടെ സെക്ടറുള്ള ഒന്ന് തകർക്കാനൊന്നും നിൽക്കുന്നത്. പോലീസിന്റെ വീഡിയോ കൃത്യമായ നിരീക്ഷണത്തിലുണ്ട് എന്നുള്ള ബോധം കൂടി നിങ്ങൾ ഓരോരുത്തരും മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ്. സഹകരിച്ച് നമുക്ക് വനപ്രശ്നങ്ങൾ നല്ല രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാമെന്ന വാക്ക് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഉപകരണങ്ങളിലേക്ക് ചെടി മാറ്റി എറിയുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. ഇത് ശരിയായ ഒരു കാര്യമല്ല. ദയവ് ചെയ്ത് നിങ്ങൾ സംയമനം പാലിക്കണമെന്ന് അറിയുകയാണ്. ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചിട്ട് ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഭാഗത്തേക്ക് പോലീസ് വരുന്നുണ്ട്. അതുകൊണ്ട് നോക്കി കണ്ട് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഈ പ്രശ്നത്തിൽ ഇല്ലാതെ മാറി നിൽക്കേണ്ടതാണ്. പോലീസ് അങ്ങോട്ട് വരുന്നുണ്ട്. പോലീസ് അങ്ങോട്ട് വരുന്നുണ്ട്.
ഫോണിന്ന് ഈ ചെടിയിലാണ് മുട്ടോളം ചെടി സംഭവം പിന്നെ പാടം പൂട്ടാൻ വേണ്ടിയാണ് ഇത്രയും വരെ കൊണ്ടുവരുന്നത്. പിന്നെ മൊലാളിക്ക് അമ്മ ലീസ് കൊടുത്തത് കേട്ടോ. ഈ പാടം മൊത്തം പൂട്ടിച്ചു തരാം ഇത്ര രൂപയ്ക്ക്. അവരെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഇത് നല്ലൊരു വയൽ അവർ ലീസിനെടുത്തതാണ് സംഭവം. ഇത്രയും ആൾക്കാരെ വിളിച്ച് വരുത്തി ഈ വയൽ ലീസിനെടുത്ത് കണ്ട മൊത്തം സെറ്റാക്കി വെച്ചേക്കാണ്. കാരണം അല്ലേ 1 ഏക്കർ 2 ഏക്കർ വയൽ ഫുള്ള് ഞാൻ നട്ടാ ആ രീതിയിലാക്കി ഇട്ടേക്കാണ് ഇപ്പം. ആ ഒരു പരിപാടി തന്നെയായിരുന്നു കേട്ടോ അവന്മാർ. നോക്കിയാൽ എന്തുമാത്രം ആൾക്കാരെ പഠിക്കുന്നറിയാമോ. നമുക്കെല്ലാവർക്കും ഇവിടെ വരാൻ പറ്റും, വേറെ മാത്രം എത്തത്തില്ല. അതുകൊണ്ട് ആൾക്കാർ വീഡിയോ വരെ ചെയ്തു. ഇവിടെ ആൾക്കാർ വീഡിയോ വരെ ചെയ്ത് ചെളിയിൽ പക്ഷേ ഈ അവന്മാരെ കാണിച്ചത് ഭയങ്കര മണ്ടത്തരം, ആന മണ്ടത്തരം. പൊട്ടന്മാർ തന്നെ പൊട്ടന്മാർ പറയാതിരിക്കാൻ പോയി. മൊത്തം 30ഓളം ചെളിയുള്ള സ്ഥലത്തും കൊണ്ട് പരിപാടിയും വെച്ച് പരിപാടിയും ക്യാൻസൽ ചെയ്ത് ആൾക്കാരിപ്പോൾ ചെളി വാരി എറിയുന്നതിലാണ് അവന്മാരെ കുറ്റം. ചെളിയല്ല വാരി എറിയാനുള്ള, കത്തിക്കാനേ അവന്മാരാണ്. എന്നിട്ട് കുറേ മുളച്ച ഡയലോഗും കൂടെ നമ്മളെ മനുഷ്യരാണ്, അതാണ് ഇതാണ്. നമുക്കിവിടെ വരാൻ പറ്റും, വേറെ ഇവിടെ എത്തത്തില്ല. 8 മണിക്ക് പരിപാടി ചേർന്നാണ്, ഇപ്പോൾ 10 മണി 11 മണിയാകുമ്പോൾ ഇത്ര എല്ലാ സ്ത്രീകളും കൊച്ചുങ്ങളും 6000 രൂപയുടെ പാൻറ് 6000 രൂപ പാൻറ്, എൻ്റെ ചെരുപ്പ്, ഇതൊക്കെ കണ്ട ദൈവമേ. കണ്ടെത്തി പൂട്ടാൻ പോയിരുന്നെങ്കിൽ 1000 രൂപയെങ്കിലും കിട്ടിയിരുന്നു. അങ്ങനത്തെ ഒരവസ്ഥ. പെട്ടെന്നൊക്കെ പോയിണ്ടോ. ഞാൻ മരിച്ചു 2 ഇത് കണ്ടോ, വേടനെ കാണാൻ പോയതാണ്. എൻ്റെ പൊന്നേ, വെറുതെ പാൻറ്റൊക്കെ കഴിവിടെ നോക്കിയത് മൊത്തം ചെളിയുടെ അയ്യരുകൾ. ഓക്കെ ലക്ഷ്മിയുടെ കാലം ആ കൊള്ളാലോ. റോസി എങ്ങനെയായിട്ട് വേടനെ കാണാൻ പോയതാണ്, നീ നോക്കുന്നത് ആ ചെളി കിടന്ന് കളിച്ചുകൂടിയിരുന്നത്. വേടനെ കാണാൻ പോയ വേടത്തിയുള്ളതായിട്ട് ഇവിടെ കിടന്ന് മൊത്തത്തിൽ കഴുകി ഇറക്കി. എൻ്റെ പൊന്നെ, മൊത്തം കൂടെ ഫുള്ള് ചെളിയാണ്. ചെളി നന്നായിട്ട് ഈ ചെരുപ്പുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ട ഇതുമേ ചെരുപ്പ് കയ്യിലെടുത്തോന്നാണ് പറഞ്ഞത്. 500 ഗ്രാമുള്ള ചെരുപ്പ് ഏകദേശം 2 കിലോ ആയി. മൊത്തം ചെളി. ഇത് കണ്ട കുപ്പത്തൊട്ടിയിൽ മാണിക്യത്തെ കണ്ടുപിടിച്ചവൾ. ഇതിൽ മാണിക്യമൊന്നുമില്ല, മൊത്തം ചെളി മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ചെരുപ്പിൻ്റെ അവസ്ഥയെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ ഗൈസ്? ഇനി എന്തിനാണ് ഈ കയ്യിൽ എന്നെ മൊത്തത്തിൽ എടുത്ത് വെള്ളത്തിലോട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. കറുത്ത ഷർട്ടൊക്കെ ഇട്ട് വേടൻ്റെ അതേ രീതിയിൽ പോയതാണ്. പക്ഷേ എന്ത് ചെയ്യേ, ഭയങ്കര തിരക്കായിരുന്നു. കാരണം അതൊരു പ്ലാനിങ് ഇല്ലാത്ത ചെയ്ത കണക്കൊക്കെ ആയിരുന്നു. കാരണം മൊത്തവും വയലിൽ മൊത്തം വെള്ളവും, അതേപോലെ നല്ല ഒരടി 2 അടി താഴ്ചയിൽ ചെളി. എന്തൊക്കെയാണ് പരിപാടി എന്ന് വെച്ചാൽ ഇവർക്ക് വല്ല ഗ്രൗണ്ടിലെ വല്ല നടത്തിയാൽ മതിയായിരുന്നു. പക്ഷേ പിന്നെ ഈ പറഞ്ഞ കണക്ക് ഔട്ട് ഓഫ് കൺട്രോൾ ആയിരുന്നു. ഒരുപാട് പേര് വന്നായിരുന്നു, ഒരുപാട് പേര്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരുപാട് പേർക്ക് വയ്യാതെ വന്നു. അതിൻ്റെ ഇടയ്ക്കൊക്കെ ആംബുലൻസ് ചെറുപാഞ്ഞ് പോകണമുണ്ട്. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ഈ പറഞ്ഞ കണക്ക് ഒരു ബൈക്ക് നമ്മൾ കൂട്ടിയിടിച്ച് അത് കുറേ പയ്യന്മാരവിടെ വീണ് നടക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ അടി തലയടിച്ച് പൊട്ടിക്കുക, അങ്ങനെ മൊത്തത്തിൽ ബഹളം ഉണ്ടായിരുന്നു. അത് എല്ലാ പരിപാടിക്കും ഉള്ള കണക്ക് തന്നെയായിരുന്നു. പക്ഷെ എന്നാലും ഒരു ഭയങ്കര ഫ്ലോപ്പായിരുന്നു ഈ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്നത്തെ ഒരു ദിവസം
കാരണം രാവിലെ തൊട്ട് ഉച്ച തൊട്ട് രാവിലെ തൊട്ടേക്ക് വന്ന് കിടക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ചില ആൻറ്റിമാരൊക്കെ പാവം രാവിലെ തൊട്ടേ വന്ന് ഉച്ചയ്ക്ക് വന്നില്ല, വൈകിട്ട് വന്നില്ലെന്ന് അവരൊക്കെ ഉച്ചയ്ക്ക് കണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷെ നമുക്ക് കാണാൻ പോലും പറ്റിയില്ല കേട്ടോ. പക്ഷെ എന്തായാലും കൊള്ളാം, ഒരു രക്ഷയില്ല, അടിപൊളിയുണ്ട്. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ. ഇനി വേറെ ഏതെങ്കിലും പരിപാടി ഉണ്ടോ നോക്കട്ടെ, എവിടെയെങ്കിലും പോയി കാണാം.